ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ആക്ച്വലി ഒരു ലൈഫ് ടൈം ഫ്രീ കാർഡ് വേണം, അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു ഫ്രീ കാർഡ് വേണം, ആക്സിസ് ബാങ്കിന്റെ കാർഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രണ്ട് ക്രെഡിറ്റ് കാർഡുകളാണ് നമ്മുടെ ആക്സിസ് ബാങ്കിന്റെ നിയോ ക്രെഡിറ്റ് കാർഡും അതുപോലെ തന്നെ എയ്സ് ക്രെഡിറ്റ് കാർഡും. നിയോ ക്രെഡിറ്റ് കാർഡ് ഇപ്പോഴും നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നത്. അപ്പോൾ എൻ്റെ നിയോ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ഞാനിപ്പോൾ അത് എടുത്ത് കാണിച്ചു തരാം. ഞാൻ ആക്ച്വലി ആക്സിസ് ബാങ്കിന്റെ ഫ്ലിപ്കാർട്ട് ക്രെഡിറ്റ് കാർഡ്, അതുപോലെ തന്നെ നിയോ ക്രെഡിറ്റ് കാർഡ്, പിന്നെ LIC ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ്, പിന്നെ റീസെന്റ് ഇപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്ത നമ്മുടെ സാംസങ്ങിന്റെ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നിയോ ക്രെഡിറ്റ് കാർഡ്. ഇതാണ് ഞാൻ നോർമലി പേഴ്സിൽ വെക്കാറ്. എന്താ വെച്ചാൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിവാർഡ് ആയിട്ട് വലിയ കാര്യമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല എന്ന് പറയാം. എയ്സ് കാർഡ് ഞാൻ എടുത്തിട്ടില്ല, ഞാൻ ഗൂഗിൾ പേ അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ പക്ഷെ നമുക്കിപ്പോൾ ഓഫറിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ രണ്ട് കാർഡുകളിലും ജസ്റ്റ് ഒരു ഫീച്ചേഴ്സും സംഭവങ്ങളൊക്കെ പറയുകയാണെങ്കിൽ, നമുക്ക് എയ്സ് കാർഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ കാർഡാണ് UPI ഉപയോഗിക്കാൻ നല്ലതാണ്. ജോയിന്റ് ഫീസും ആനുവൽ ഫീസും വരുന്നത് 490 പ്ലസ് GST ആണ്. അതുപോലെ തന്നെ ബിൽ പേയ്മെന്റ്സിനൊക്കെ ബെസ്റ്റ് ആണ് ഗൂഗിൾ പേ ത്രൂ. അതുപോലെ തന്നെ റിവാർഡ് ടൈപ്പ് ക്യാഷ് ബാക്ക് ആണ്. മൂവി ഡൈനിങ് ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്ന 20% നമുക്ക് ഡൈനിങ് ബെനിഫിറ്റ് നമുക്ക് ആക്സിസ് ബാങ്കിന്റെ ഡെയിലൈറ്റ് പ്രോഗ്രാം കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. 5% ക്യാഷ് ബാക്ക് ഓൺ പേയിങ് ബിൽസ് ആൻഡ് ഓൺ മൊബൈൽ റീചാർജസ് വിയ ഗൂഗിൾ പേ. 4% ക്യാഷ് ബാക്ക് ഓൺ സ്വിഗ്ഗി, സൊമാറ്റോ ഒക്കെ കിട്ടുന്നുണ്ട് നമുക്ക്. 1.5% ക്യാഷ് ബാക്ക് ആണ് എൽസ് അതർ മർച്ചന്റിലൊക്കെ. നമുക്ക് ചെറിയ മാറ്റങ്ങളും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ എടുത്ത് പറയുന്നില്ല, നമ്മളിത് റിവ്യൂ പോലെ നല്ല ചെയ്യുന്നത്. പിന്നെ ലോഞ്ചസും സംഭവങ്ങളൊക്കെ നമുക്കിപ്പോൾ ലിമിറ്റേഷൻസും സംഭവങ്ങളൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ എത്ര ട്രാൻസാക്ഷൻ നിങ്ങൾ കഴിഞ്ഞ 3 മാസത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനി ഈ കഴിഞ്ഞ മാസത്തിൽ നിങ്ങൾ എലിജിബിൾ ആവുള്ളൂ. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഫീസിന്റെ കാര്യത്തിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ജോയിന്റ് ഫീസ് നമുക്ക് വേണമെങ്കിൽ വേവ് ഓഫ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. പക്ഷേ ജോയിന്റ് ഫീസ് ഇപ്പം കാര്യം ഞാൻ പറയുന്നില്ല. എന്താ വെച്ചാൽ ഇപ്പം നമുക്കിത് 0 ജോയിന്റ് ഫീസ് ആയിട്ടാണ് വരുന്നത്. ആനുവൽ ഫീസ് വരുന്നുണ്ട്. എയ്സ് കാർഡിന്റെ കാര്യം പറഞ്ഞത് നമുക്കിപ്പോൾ ജോയിന്റ് ഫീസ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സുഖമായിട്ട്. റിവാർഡ് റേറ്റ് റിഡംഷൻ ഫീസ് സംഭവമൊന്നുമില്ല. ഫോറിൻ കറൻസി മാർക്കപ്പ് ചാർജ് ആണെങ്കിൽ 3.5%. ഇൻട്രസ്റ്റ് റേറ്റ് 3.6%. നിങ്ങൾ എന്താ പറയുക, ഡ്യൂ ഡേറ്റിന് മുമ്പ് ബില്ല് അടച്ചില്ലെങ്കിൽ. ബാക്കിയൊക്കെ സിമിലർ തന്നെ. പിന്നെ ഇപ്പോൾ നിയോ കാർഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ശരിക്കുള്ള നോർമലായിട്ട് ഇതിന്റെ ആനുവൽ ഫീസും ജോയിന്റ് ഫീസ് വരുന്ന 250 GST ആണ്. പക്ഷേ ഈ സാധനം ഇപ്പോൾ ലൈഫ് ടൈം ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഷോപ്പിങ്ങിനും ഫുഡിനും അത്യാവശ്യം നല്ല സാധനം എന്ന് വേണമെങ്കിൽ പറയാം. വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് 100% ക്യാഷ് ബാക്ക് അപ് ടു ₹300 ഓൺ യുവർ ഫസ്റ്റ് യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ് നമുക്ക് കിട്ടുന്നുണ്ട്. കാർഡ് കിട്ടിയിട്ട് 30 ദിവസത്തിനുള്ളിൽ നമ്മൾ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ബുക്ക് മൈ ഷോയിൽ 10% നമുക്ക് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ സൊമാറ്റോയിൽ നമുക്ക് 40% വരെ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. റിവാർഡ് ആയിട്ട് 1 എഡ്ജ് റിവാർഡ് പോയിന്റ് ആണ് എവരി ₹200 സ്പെൻഡ് വരുന്നത് കേട്ടോ. ഒരു റിവാർഡ് പോയിന്റ് പറയുന്നത്, ഒരു എഡ്ജ് റിവാർഡ് പോയിന്റ് പറയുന്നത് 0.2 പൈസയാണ്. നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ലോഞ്ചേഴ്സും സംഭവമൊന്നും ഇല്ല. അവരുടെ ബേസിക് കാർഡാണ് നിയോ കാർഡ് എന്ന് പറയുന്നത്. പിന്നെ ഫോറിൻ കറൻസി മാർക്കപ്പ് ചാർജും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് സംഭവങ്ങളൊക്കെ സെയിം തന്നെയാണ്. 3.6 3.5 അതൊക്കെ സെയിം തന്നെയാണ്. ക്യാഷ് അഡ്വാൻസ് ചാർജും സെയിം തന്നെയാണ്. 2% അല്ലെങ്കിൽ മിനിമം ₹500, അതായത് ATM ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് നോർമൽ കാർഡ്. അപ്പോൾ ഇത് കുഴപ്പമില്ലാത്തൊരു കാർഡാണ്. ലൈഫ് ടൈം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ എന്താ പറയുക സെറ്റ് ആപ്പിന്റെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. നിങ്ങളുടെ ഫോൺ നമ്പറും പാൻ കാർഡും ആധാർ കാർഡും വെച്ചിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാം. മെജോറിറ്റി ആൾക്കാർക്കും ഇത് ഇൻകം പ്രൂഫ് ഇല്ലാണ്ട് തന്നെ കിട്ടും. നോർമലി ചോദിക്കാറില്ല, പ്രത്യേകിച്ച് നമ്മുടെ റെഫറൽ ലിങ്ക് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോൺ നമ്പർ സംഭവം കൊടുത്തിട്ട് അപ്ലൈ ചെയ്യാം. ഡയറക്റ്റ് സെറ്റ് ആപ്പിലേക്ക് പോകാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ വേറെ കാണിക്കും ചെയ്യും. അപ്പോൾ ലോൺസ് ആയിക്കോട്ടെ, നമ്മുടെ വെബ്സൈറ്റൊക്കെ നമ്മൾ സെറ്റ് ആപ്പിൽ കൊടുത്തിട്ട് ഉണ്ടാക്കിക്കണം. അപ്പോൾ നമുക്ക് എല്ലാ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ്സുകളും ലോൺസുകളും ഒക്കെ നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എലിജിബിലിറ്റി കിട്ടും. നമ്മുടെ വെബ്സൈറ്റ് നോക്കിയാലും മതി, HMD.banksupport നോക്കിയാലും മതി. ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തൊക്കെ മറക്കണ്ട. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. ആക്സിസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ അത് ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല. ഇവർക്ക് തന്നെ അറിയില്ലെന്നുണ്ട് ആർക്ക് അപ്രൂവൽ ഒക്കെ ഉണ്ട്. ചിലവർക്ക് നല്ല സിബിൽ സ്കോറിലവർക്ക് കിട്ടുന്നുണ്ട്, ചിലർക്ക് നല്ല സിബിൽ സ്കോറിൽ റിജക്ട് ആവുന്നുണ്ട്, ചിലപ്പോൾ കുറഞ്ഞ സിബിൽ സ്കോറിലവർക്ക് കിട്ടുന്നുണ്ട്, ചിലപ്പോൾ ഹൈ സിബിൽ സ്കോറിലവർക്ക് കിട്ടുന്നില്ല. അങ്ങനെ കുറേ ഇഷ്യൂകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ലക്കാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കിയേക്കാം. അത്യാവശ്യം നല്ല ഇപ്പോൾ നിയോ കാർഡ് ഞാൻ പറഞ്ഞില്ല, ഇത് അത്യാവശ്യം എപ്പോഴും ഓഫറിലാണ് കിടക്കുന്ന സംഭവം ആയതുകൊണ്ട് തന്നെ ഈ നിയോ കാർഡിന് അത്യാവശ്യം അപ്രൂവൽ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി നിയോ കാർഡ് എടുത്തപ്പോൾ എനിക്ക് 2 ദിവസത്തിനുള്ളിൽ തന്നെ അപ്രൂവൽ വന്നു. ഇപ്പോൾ സാംസങ് കാർഡ് ആയാലും എനിക്ക് അപ്പം തന്നെ അപ്രൂവൽ കിട്ടി. നിങ്ങൾക്ക് ഒരു കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത കാർഡുകൾ കിട്ടാൻ സുഖമാണ്. പക്ഷേ ഷെയർ ലിമിറ്റാണ്, അത് നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസിൽ ഉപയോഗിക്കാമല്ലോ. ഇപ്പോൾ LIC ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതും ലൈഫ് ടൈം ഫ്രീ തന്നെയാണ്. LIC പ്രീമിയം സംഭവമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ചിട്ട് അടയ്ക്കാം. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ. ആക്സിസ് ബാങ്ക് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് വേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അവരുടെ കസ്റ്റമർ സപ്പോർട്ടും അതുപോലെ തന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വേസ്റ്റ് ആണെങ്കിലും കാർഡിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാർഡുകൾ തന്നെയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഓഫേഴ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് തന്നെ ആയിട്ട് കുറേ ക്യാഷ് ബാക്കും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് ഞാൻ പറഞ്ഞ പോലെ തന്നെ അപ്ലൈ ചെയ്തൊക്കെ മറക്കണ്ട. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ 2 ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കമ്പനിക്കൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. നമ്മുടെ പുതിയ ചാനൽ JCC പോലെ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കമ്പനിക്കൊന്ന് ഷെയർ ചെയ്യാം.
അടുത്ത വീഡിയോ കാണാം. ബൈ.